എല്ലാവർക്കും PSC എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ അന്തരീക്ഷം എന്ന ടോപ്പിക്കിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. എല്ലാവരും അത് നിർബന്ധമായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തിനെ ലംബതലത്തിൽ രണ്ട് മേഖലകളായിട്ട് തരംതിരിക്കുന്നുണ്ട്, ഹോമോസ്ഫിയറും ഹെട്രോസ്ഫിയറും. അത് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി ഹോമോസ്ഫിയറിനെ 5ആയി തരംതിരിക്കുന്നുണ്ട്. 1 ട്രോപ്പോസ്ഫിയർ, 2 സ്ട്രാറ്റോസ്ഫിയർ, 3 മീസോസ്ഫിയർ, 4 തെർമോസ്ഫിയർ, 5 എക്സോസ്ഫിയർ. ഹോമോസ്ഫിയർ എന്താണെന്നും ഹെട്രോസ്ഫിയർ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഹോമോസ്ഫിയറിനെ ഊഷ്മാവിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് 5ആയി തരംതിരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് ട്രോപ്പോസ്ഫിയർ. എന്താണ് ട്രോപ്പോസ്ഫിയർ? മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സംയോജന മേഖല എന്നാണ്. അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മണ്ഡലവും ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയോട് ചേർന്ന് ഏകദേശം 13 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അതുപോലെ ഭൗമാന്തരീക്ഷത്തിൻ്റെ 80% കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ മേഘങ്ങൾ രൂപീകരിക്കുന്നത്, മഞ്ഞ്, മഴ, കാറ്റ്, ഇടി, മിന്നൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഈ ട്രോപ്പോസ്ഫിയർ. ഈ ഒരു കാര്യം ഒരുപാട് എക്സാംസിന് കണ്ടിട്ടുണ്ട്. മേഘങ്ങൾ രൂപീകരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്, അല്ലെങ്കിൽ ഇടിയും മിന്നലും തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയും. ഇവിടെ ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അവിടെയുള്ള ഊഷ്മാവ് കുറയുകയാണ് ചെയ്യുന്നത്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ട്രോപ്പോപോസ്. എന്താണ് ട്രോപ്പോപോസ്? ട്രോപ്പോസ്ഫിയറിന് മുകളിലായിട്ടുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപോസ്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗം, അതായത് ട്രോപ്പോസ്ഫിയറിനെയും ട്രോപ്പോസ്ഫിയറിൻ്റെ തൊട്ടുമുകളിലായിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് ട്രോപ്പോപോസ്. ട്രോപ്പോസ്ഫിയറിലെ ഒരു പ്രധാന ഘടകമാണ് ജെറ്റ് പ്രവാഹം. എന്താണ് ജെറ്റ് പ്രവാഹം? ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള വായുവിൻ്റെ പ്രവാഹത്തെ സൂചിപ്പിക്കുന്നതാണ് ജെറ്റ് പ്രവാഹം. ട്രോപ്പോസ്ഫിയർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം രണ്ടാമത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. എന്താണ് സ്ട്രാറ്റോസ്ഫിയർ? ട്രോപ്പോസ്ഫിയറിന് മുകളിലായി 20 മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് ക്രമരഹിതമായിട്ട് കൂടുന്നുണ്ട്. അതുപോലെ വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായിട്ടുള്ള മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഈ ഒരു പോയിന്റും ഒരുപാട് ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ട്. വിമാനങ്ങളും ജെറ്റ് വിമാനങ്ങളും സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന്. അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിലെ ഒരു പ്രധാന മേഖലയാണ് സമതാപ മേഖല. എന്താണ് സമതാപ മേഖല? സമതാപ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയാണ് സമതാപ മേഖല എന്നറിയപ്പെടുന്നത്. അതായത് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനം, അവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം സംഭവിക്കാത്ത മേഖലയാണ് സമതാപ മേഖല. സ്ട്രാറ്റോപോസ്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് സ്ട്രാറ്റോപോസ്. സ്ട്രാറ്റോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകൾ ഭാഗമായിട്ടുള്ള മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് സ്ട്രാറ്റോപോസ്. സ്ട്രാറ്റോസ്ഫിയറിലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഓസോൺ പാളി. ഓസോൺ പാളി കാണുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണെന്നുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അത് സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓസോൺ പാളി കാണുന്ന അന്തരീക്ഷ മണ്ഡലം. എന്താണോ ഈ ഓസോൺ പാളി? സൂര്യനിൽ നിന്നുള്ള ഹാനികരങ്ങളായിട്ടുള്ള കിരണങ്ങൾ, അതായത് അൾട്രാ വയലറ്റ് പോലുള്ള കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കാതെ സംരക്ഷിക്കുന്ന ഒരു അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി എന്ന് പറയുന്നത്. ഇത് കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൽ 20 മുതൽ 35 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. ഓസോൺ പാളിയുടെ നിറം എന്താണ്? ഇളം നീല നിറമാണ് ഓസോൺ പാളിയുടെ നിറം. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ്.
ഓസോൺ കണ്ടുപിടിച്ചത് ആരാണ്? CH ഷോൺ ബെയിലാണ്. CH ഷോൺ ബെയിലാണ് ഓസോൺ കണ്ടുപിടിച്ചത്. ആരാണ്? CH ഷോൺ ബെയിൽ. ഓസോൺ കണ്ടുപിടിച്ചത് CH ഷോൺ ബെയിൽ ആണെങ്കിൽ ഓസോൺ പാളി കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി ബ്യൂയിസൺ ആണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് GMB ഡോബ്സൺ. നമ്മൾ നേരത്തെ പഠിച്ചു ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റും എന്താണ്? ഡോബ്സൺ യൂണിറ്റ് ആണ്. ഓസോൺ പാളിയെക്കുറിച്ച് വിശദീകരിച്ച ശാസ്ത്രജ്ഞനായ GMB ഡോബ്സണിൻ പേര് തന്നെയാണ് ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റും അറിയപ്പെടുന്നത്, ഡോബ്സൺ യൂണിറ്റ്. ഓസോണിനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓസോൺ പാളി തകരുന്നതിൻ്റെ പ്രധാന ഘടകം എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡുമാണ്. എന്തൊക്കെയാണ്? ക്ലോറോ ഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡുമാണ് ഓസോൺ പാളി തകരുന്നതിൻ്റെ പ്രധാന ഘടകം. ഇനി അടുത്ത കാര്യമാണ് ലോക ഓസോൺ ഡേ. ലോക ഓസോൺ ഡേ ആണ് സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ലോക ഓസോൺ ഡേ. ഇനി അടുത്ത 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് എക്സാംസിന് കണ്ടിട്ടുള്ള 2 കാര്യങ്ങളാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? തുളസിയാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം. അൾട്രാ വയലറ്റ് കിരണം അധികമായി ഏറ്റാൽ ശോഷിക്കുന്ന കാർഷിക വിളയാണ് നെല്ല്. അൾട്രാ വയലറ്റ് കിരണം അധികമായിട്ട് ഏറ്റാൽ ശോഷിക്കുന്ന കാർഷിക വിള ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നെല്ലാണ്. അപ്പം ഇത്രയും ഭാഗങ്ങളാണ് ഓസോണിനെ കുറിച്ചുള്ളത്. അടുത്ത ടോപ്പിക്കാണ് മീസോസ്ഫിയർ. മീസോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്നും 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ. ഇവിടെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവാണ് അനുഭവപ്പെടുന്നത്. ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലമാണ് മീസോസ്ഫിയർ. ഇവിടുത്തെ താപനില എന്ന് പറയുന്നത് -80°C മുതൽ -100°C വരെ കുറയുന്ന ഒരു അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. അതുപോലെ അന്തരീക്ഷത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് മീസോസ്ഫിയർ. നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്ന നോട്ടിലൂസൻ മേഘങ്ങൾ. നോട്ടിലൂസൻ മേഘങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധ്യ കഴിഞ്ഞും പ്രകാശം പ്രതിഫലിച്ച് കാണുന്ന മേഘങ്ങളാണ് നോട്ടിലൂസൻ മേഘങ്ങൾ എന്ന് പറയുന്നത്. ഈ നോട്ടിലൂസൻ മേഘങ്ങൾ കാണപ്പെടുന്ന ഒരു അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. നോട്ടിലൂസൻ മേഘങ്ങൾ കാണപ്പെടുന്ന ഒരു അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ. മീസോസ്ഫിയറിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന ഭാഗമാണ്. ഇതും നമ്മൾ ഒരുപാട് എക്സാംസിന് കണ്ടിട്ടുണ്ട്. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മീസോസ്ഫിയർ ആണ്. ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഉൽക്കകൾ ഘർഷണത്തിൽ കത്തിയമരുന്നു. ഈ ഒരു ഭാഗമാണ് മീസോസ്ഫിയർ. അടുത്തതാണ് മീസോസ്ഫിയറിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് മീസോപോസ്. മീസോപോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീസോസ്ഫിയറിനെയും മീസോസ്ഫിയറിൻ്റെ തൊട്ടു മുകളിലായിട്ടുള്ള തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളിയാണ് മീസോപോസ് എന്ന് പറയുന്നത്. അടുത്ത ഭാഗമാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് 80 മുതൽ 600 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് തെർമോസ്ഫിയർ. ഇവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കൂടുകയാണ് ചെയ്യുന്നത്. ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലം ഏതാണ്? അത് തെർമോസ്ഫിയർ ആണ്. ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറ കാഴ്ചകളുടെ ഉറവിടമാണ് തെർമോസ്ഫിയർ. അറോറ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ 2-3 ജിഫ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫിൻലാൻഡ് പോലുള്ള പ്രദേശങ്ങളിൽ ആകാശത്ത് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അറോറ എന്ന്. അറോറ എന്താണെന്നുള്ളത് നമുക്കിനി കൂടുതലായിട്ട് വേറെ ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അയണോസ്ഫിയർ. തെർമോസ്ഫിയറിന് താഴെയായിട്ടുള്ള ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അയണോസ്ഫിയറിലാണ് റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്നത്. റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് അയണോസ്ഫിയർ. ഇവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കൂടുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അയണോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് ഒരു ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. SK മിത്ര. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമുണ്ട്, ദി അപ്പർ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ മേൽപ്പാളിയെക്കുറിച്ച് ലോകത്ത് ആദ്യമായിട്ട് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ദി അപ്പർ അറ്റ്മോസ്ഫിയർ. ഇനി ഒരു ചെറിയൊരു ഭാഗം കൂടിയുണ്ട്, എക്സോസ്ഫിയർ.
തെർമോസ്ഫിയറിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് തെർമോസ്ഫിയർ. അന്തരീക്ഷത്തിൽ ഏറ്റവും മുകളിൽ കാണുന്ന മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സോസ്ഫിയർ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇതിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട് PDF ആയിട്ട് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക, ഇപ്പം തന്നെ അതിരുന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട്, ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.